ഹലോ, ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഇന്ന് ഒരു ചീരയാണ്, ചായ് മൻസ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് എല്ലാവർക്കും ഇപ്പം ഏകദേശം അറിയുന്ന കാര്യങ്ങളല്ലേ. കുറച്ചു മുമ്പൊന്നും നമുക്ക് ഇത്ര അറിഞ്ഞൂടാ അതിനെക്കുറിച്ച്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. അപ്പം ഞാനും ഇവിടെ ഒരു ചെറിയൊരു ചട്ടിയിൽ നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ എടുത്ത് നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് ഒരു തോരൻ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞു ചാനലാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു അല്ലേ. ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കണ്ടു നോക്കാം. നമ്മൾ ഈയിടെ കൊണ്ട് ഒരുപാട് കേൾക്കുന്നുള്ള ഒരു ചീരയാണല്ലേ ചായ് മൻസ എന്ന് പറഞ്ഞിട്ട്. അത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അതായത് നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും, അതുപോലെ ഡൈജഷന് വേണ്ടിയിട്ടും, മെറ്റാബോളിസം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ, അതുപോലെ തന്നെ ബോഡിയിലുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ, പിന്നെ ലിവർ ഫങ്ഷൻ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ, പിന്നെന്താ ഈ മറ്റേ നമുക്ക് ലങ് ഫങ്ഷൻസ്, ലങ്സിനുണ്ടാകുന്ന ഇഷ്യൂസൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ, അതായത് കഫം, കോൾഡ് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തൈറോയിഡ് ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഒക്കെ നമുക്ക് ഈ ചായ മൻസ എന്ന് പറയുന്ന ചീര നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് ഒരുപാട് പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ഉണ്ട്. എ, സി, കാൽഷ്യം, അയൺ, ഫോസ്ഫറസ്, പിന്നെ തയാമിൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ഒരുപാട് പരിചിതമുള്ളതല്ല, പക്ഷേ ഇപ്പോൾ കോമൺ ആയിട്ട് ഇത് കേൾക്കുന്നുണ്ട്. നേരത്തെ നമുക്ക് ഒരുപാട് ഇത് അറിയില്ലായിരുന്നു. ഇത് നമുക്ക് ചട്ടിയിൽ വേണമെങ്കിൽ ഒതുക്കി വളർത്താം. ഒരു ചെറിയ കമ്പ് കൊണ്ട് നട്ടു കഴിഞ്ഞാൽ നല്ലപോലെ വളർത്തിയെടുക്കാൻ സാധിക്കും. ചട്ടിക്കകത്തായാലും തറയിലായാൽ നല്ലപോലെ മരം പോലെ വളരുന്നുണ്ട്. ഇത് മരച്ചീര എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഒരേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ അലുമിനിയം പോലെയുള്ള പാത്രങ്ങളിൽ വേവിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഒന്നുകിൽ മൺചട്ടിയിലോ അല്ലെങ്കിൽ സെറാമിക് പോട്ടൊക്കെ വരുന്നില്ല, അതിലൊക്കെയാണ് ഇത് നല്ലത്. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ സെറാമിക് കോട്ടിംഗ് ഉള്ള നോൺ സ്റ്റിക്കിലാണ് ഞാൻ ചെയ്തത്. പിന്നെ അല്ലാതെ അലുമിനിയം അങ്ങനെയുള്ളതിൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന തോരനാണ്. അപ്പോൾ തോരൻ്റെ അരപ്പെല്ലാം നമ്മൾ തോരന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ചേർക്കാം. അതെല്ലാം ചേർത്തിട്ട് നമുക്ക് തോരനാക്കി എടുക്കാം. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് കുറച്ച് വേവ് കൂടുതലാണ്. നല്ലപോലെ വേവിച്ച് തന്നെ ഉപയോഗിക്കണം. പിന്നെ ഉപയോഗിക്കുന്നതിന് മുന്നേ നല്ലപോലെ കഴുകി എടുക്കണം. ഇതിലിങ്ങനെ ഒടിക്കുന്ന സമയത്ത് ഒരു പാല് പോലൊരു സാധനം വരുന്നുണ്ട്. അത് മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം. കുറച്ചു നേരം മുക്കി വെക്കണം. അത് കഴിഞ്ഞ് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇച്ചിരി വേവ് കൂടുതലാണ്. അതുകൊണ്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇത് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ വേവാതിരുന്നു കഴിഞ്ഞാൽ അതും ഇഷ്യൂ ആണ്, പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ വേവിച്ച് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിച്ച് നോക്കാം. ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. അതായത് നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ഉണ്ട്, പിന്നെ അതുപോലെ വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ട്, പിന്നെ ഉള്ളത് ഈ ചീര തോരനാണ്. പിന്നെ ഞാൻ ചോറിലൊഴിക്കാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് തൈരാണ്. അതല്ലാതെ ഒഴിച്ചുട്ടാനുണ്ട്, പക്ഷെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.